ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു PSC കറണ്ട് അഫയേഴ്സ്. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇനി വരാൻ പോകുന്ന ഡിഗ്രി പ്രിലിംസ് 10th മെയിൻസ് പരീക്ഷകൾക്കൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ആദ്യമേ ചോദ്യത്തിലോട്ട് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം നോക്കൂ. വിച്ച് ഇന്ത്യൻ പ്ലെയർ ഹാസ് ബിക്കം ദ യങ്ങസ്റ്റ് ചെസ് ചാമ്പ്യൻ ഇൻ ദ വേൾഡ് റീസെൻ്റ്ലി? ഈ അടുത്തിടയ്ക്ക് ചെസ് ചാമ്പ്യനായ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആരാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഇന്ത്യൻ പ്ലെയർ. ഓപ്ഷൻ നോക്കൂ. അർജുൻ എർഗൈസി, പ്രജ്ഞാനന്ദ, ഡി കുകേഷ്, വിദിത് ഗുജറാത്തി. ഉത്തരം നമുക്കറിയാം, ഡി ഗുകേഷാണ്. ഡി ഗുകേഷ്. നമ്മളതിൻ്റെ ഒരു കാര്യം കൂടെ ഓർത്തിരിക്കുക. ഡി ഗുകേഷ് ആരെ പരാജയപ്പെടുത്തിയിട്ടാണ് ചെസ് ചാമ്പ്യൻഷിപ്പ് സ്വന്തമാക്കിയത്? ഡിങ് ലിറൻ എന്നാണ്. ഡിങ് ലിറൻ എന്നും കൂടെ ഓർത്തിരിക്കുക. ഡിങ് ലിറൻ. ഈ ഡിങ് ലിറൻ എന്ന് പറയുന്നത് ചൈനീസ് ചെസ് ചാമ്പ്യനാണ്. ഡിങ് ലിറൻ. ഓക്കെ. അതുമല്ല, ഒരു അഡീഷണൽ ഫാക്ട് കൂടെ ഓർത്തിരിക്കാം. ഈ ഡി കുകേഷ് എന്ന് പറയുമ്പം ദൊമ്മരാജു കുകേഷ് എന്നാണ് ഫുൾ നെയിം. അദ്ദേഹം ഇപ്പോൾ നിലവിലുള്ള ഗ്യാരി കാസ്പറോവിൻ്റെ റെക്കോർഡ് മറികടന്നിട്ടാണ് ഈ ചെസ് ചാമ്പ്യൻഷിപ്പ് നിലനിർത്തിയിരിക്കുന്നത്. ഗ്യാരി കാസ്പറോവ് എന്ന് പറയുന്നത് റഷ്യൻ ചെസ് ചാമ്പ്യനാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ റേറ്റിംഗ് മറികടന്നിട്ടാണ് ഡി ഗുകേഷ് നിലവിലെ ചെസ് ചാമ്പ്യൻഷിപ്പ് നിലനിർത്തിയിരിക്കുന്നത്. ഇപ്പോൾ കൂടാതെ യങ്ങസ്റ്റും കൂടിയാണ്. അതാണ് 2 പോയിന്റുകൾ ഓർത്തിരിക്കാനുള്ളത്. ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് കിടന്നാലോ? അപ്പോൾ അടുത്ത ചോദ്യം നോക്കാം. What is the theme for World AIDS Day 2024? 2024 AIDS ഡേയുടെ തീം എന്താണെന്ന് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ നോക്കൂ. നോ യുവർ സ്റ്റാറ്റസ്, ഗ്ലോബൽ സോളിഡാരിറ്റി, റിസൈലൻസ് സർവീസസ്, ടേക്ക് ദ റൈറ്റ് പാത്ത്, മൈ ഹെൽത്ത് മൈ റൈറ്റ്, ലെറ്റ് കമ്മ്യൂണിറ്റീസ് ലീഡ്. ഉത്തരം ഓപ്ഷൻ സി, ടേക്ക് ദ റൈറ്റ് പാത്ത്, മൈ ഹെൽത്ത് മൈ റൈറ്റ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. ടേക്ക് ദ റൈറ്റ് പാത്ത്, മൈ ഹെൽത്ത് മൈ റൈറ്റ്. നമ്മൾ എയ്ഡ്സിനെ കുറിച്ച് പറയുമ്പം നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഓർത്തിരിക്കാം. 1988 മുതലാണ് വേൾഡ് എയ്ഡ്സ് ഡേ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങിയത്. ഡിസംബർ 1, 1988 മുതലാണ് ഡിസംബർ 1 എയ്ഡ്സ് ഡേ ആയിട്ട് ഒബ്സർവ് ചെയ്യാൻ തുടങ്ങിയത്. അത് ഓർത്തിരിക്കണേ. പിന്നെ 2024 ഈ തീമും കൂടെ ഓർത്തിരിക്കുക. ടേക്ക് ദ റൈറ്റ് പാത്ത്, മൈ ഹെൽത്ത് മൈ റൈറ്റ്. ഫോക്കസസ് ഓൺ ഹെൽത്ത് കെയർ അസസ്. ഇത്രയുണ്ട്. പിന്നെ ഇത്ര ഓർത്തിരിക്കുക. റൈറ്റ് പാത്ത്, ശരിയായ പാത്ത് തിരഞ്ഞെടുക്കുക. എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം. ഇങ്ങനെ തന്നെ ഓർത്തിരിക്കാം. 2024 എയ്ഡ്സ് ഡേയുടെ തീം. അടുത്ത ചോദ്യത്തിലോട്ട് പോയാലോ? അടുത്ത ചോദ്യം നോക്കൂ. ഹിൻഡൻ റിവർ ഈസ് എ ട്രിബ്യൂട്ടറി ഓഫ് വിച്ച് റിവർ? ഏത് നദിയുടെ ട്രിബ്യൂട്ടറിയാണ് ഹിൻഡൻ റിവറിന്? യമുന, നർമ്മദ, കൃഷ്ണ, കാവേരി. ഉത്തരം ഉണ്ട് അതിൽ. ഉത്തരം യമുനയാണ്. യമുനയാണ് ഹിൻഡൻ റിവർ. യമുനയുടെ ട്രിബ്യൂട്ടറിയാണ് ഹിൻഡൻ റിവർ. ഇപ്പോൾ ചോദിക്കും, എന്താണ് ഇപ്പോൾ ഈ ഹിൻഡൻ റിവറിൻ്റെ പ്രത്യേകത? അതായത് ഇതിപ്പോൾ നിലവിലെ സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഒരു പൊല്യൂട്ടഡായ നദിയായിട്ട്, ഡെഡ് റിവറായിട്ട്, പൊല്യൂഷൻ കാരണം ഡെഡ് റിവറായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ ഹിൻഡൻ റിവറിനെയാണ്. കണ്ടോ? ദ ഹിൻഡൻ റിവർ വൺസ് ക്രൂഷ്യൽ ഫോർ വെസ്റ്റേൺ ഉത്തർപ്രദേശ് ഈസ് നൗ ഹെവിലി പൊല്യൂട്ടഡ് ഡ്യൂ ടു ഇൻഡസ്ട്രിയൽ ആൻഡ് ഡൊമസ്റ്റിക് വേസ്റ്റുകൾ അടിഞ്ഞുകൂടി ഈ നദി ഓൾമോസ്റ്റ് ഡെഡ് കണ്ടീഷനിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഇതിനെ ഡെഡ് റിവറായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് ഏത് നദിയുടെ പോഷക നദിയാണെന്ന് ചോദിച്ചാൽ യമുന നദിയുടെ പോഷക നദിയാണ്. ഓക്കെ. അപ്പോൾ അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ന്യൂലി ഡിക്ലെയർഡ് ഡിസ്ട്രിക്ട് ഇൻ ഉത്തർപ്രദേശ് ഫോർ ദ മാനേജ്മെൻറ്റ് ഓഫ് ദ 2025 മഹാകുംഭ് ഇൻ പ്രയാഗ്രാജ്? നമുക്കറിയാം, മഹാകുംഭമേള നടക്കുന്നത് ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിലാണ്. അവിടെ ഇപ്പോൾ ഉത്തർപ്രദേശിലെ പുതിയൊരു ഡിസ്ട്രിക്റ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പുതിയൊരു പേര് കൊടുത്തിട്ടുണ്ട് ഡിസ്ട്രിക്റ്റിന്. ഓപ്ഷൻ നോക്കൂ. സംഗം നഗർ, മഹാകുംഭ് മേള, ത്രിവേണി നഗർ, മേളാപുരി. അപ്പം ആ ഡിസ്ട്രിക്റ്റിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചേക്കുന്നത്. ഉത്തരം മഹാകുംഭമേള. ഓപ്ഷൻ
ബി ആണ് ഉത്തരം. മഹാകുംഭമേള കാരണമുണ്ട് അതിന്. കാരണം വർഷങ്ങളായി ഈ മഹാകുംഭമേള ആചരിച്ച് വരുന്ന സ്ഥലമാണ് ഇപ്പോൾ ഈ ഡിസ്ട്രിക്റ്റായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആ സ്ഥലത്തിന് എന്ത് പേര് കൊടുത്തു? മഹാകുംഭമേള എന്ന് തന്നെ അങ്ങ് പേര് കൊടുത്തു. അവിടുത്തെ ചീഫ് മിനിസ്റ്റർ യോഗി ആദിത്യനാഥാണ് ഈ തീരുമാനം മുന്നോട്ട് കൊണ്ടുവന്നത്. അപ്പോൾ മഹാകുംഭമേള നടക്കുന്ന സ്ഥലം ഓർത്തിരിക്കുക, പ്രയാഗ്രാജ്. അത് ഇപ്പോൾ പുതിയ ഡിസ്ട്രിക്റ്റായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ 2025 മഹാകുംഭമേള നടന്നുകൊണ്ടിരിക്കുകയാണ്. ജനുവരി 13 തൊട്ട് ഫെബ്രുവരി 26 വരെയാണ് ഇത് നടക്കുന്നത്. അപ്പം അതിൻ്റെ നടത്തിപ്പിന് വേണ്ടി അത് സ്മൂത്തായിട്ട് നടക്കാൻ വേണ്ടിയാണ് അത്രയും ഏരിയയ്ക്ക് അങ്ങനൊരു പേര് കൊടുത്ത് അത്രയും ഏരിയയും ആ പ്രയാഗ്രാജിന് ആ ഒരു അത്ര ഏരിയ മഹാകുംഭമേള എന്ന ഡിസ്ട്രിക്റ്റായിട്ട് അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലോട്ട് പോയാലോ. സോണ റൂപായ് വൈൽഡ് ലൈഫ് സാങ്ച്വറി ഈസ് ലൊക്കേറ്റഡ് ഇൻ വിച്ച് സ്റ്റേറ്റ്? സോണ റൂപായ് വൈൽഡ് ലൈഫ് സാങ്ച്വറി ഏത് സ്റ്റേറ്റിലാണ്? ഓപ്ഷൻ ആസാം, മണിപ്പൂർ, മിസോറാം, നാഗാലാൻഡ്. ഓപ്ഷൻ ഉണ്ട് അതിൽ. ആസാമിലാണ് സോണ റൂപായ് വൈൽഡ് ലൈഫ് സാങ്ച്വറി സിറ്റുവേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ ഒരു ഫാക്റ്റും കൂടെ ഓർത്തിരിക്കാം. 1998 ഈ സോണ റൂപായ് വൈൽഡ് ലൈഫ് സാങ്ച്വറി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ആസാമിലാണെന്ന് ഓർത്തിരിക്കുക സോണ റൂപായ് വൈൽഡ് ലൈഫ് സാങ്ച്വറി. 1998 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തതെന്നും കൂടെ ഓർത്തിരിക്കുക. ഇത് ഗ്രേറ്റ് ഹിമാലയൻ റേഞ്ചസിൻ്റെ ഫുഡ് ഹിൽസിൽ അടിവാരത്തൊക്കെ ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ചോദ്യത്തിന് ഓർത്തിരിക്കുക സോണ റൂപായ് വൈൽഡ് ലൈഫ് സാങ്ച്വറി ഏത് സ്റ്റേറ്റിലാണ്? ആസാമിലാണെന്ന് മെയിനായിട്ട് ഓർത്തിരിക്കുക. നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോയാലോ. വിച്ച് സ്റ്റേറ്റ് ഗവൺമെൻറ് റീസെൻ്റ്ലി ലോഞ്ച്ഡ് ദ അർജുവീർ സ്കീം ടു പ്രൊമോട്ട് ദ എനർജി എഫിഷ്യൻറ്റ് അപ്ലയൻസസ്? ഈ അർജുവീർ സ്കീം എന്തിനാണെന്ന് വെച്ചാൽ എനർജി എഫിഷ്യൻറ്റ് അപ്ലയൻസസ് മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയുള്ളൊരു ഗവൺമെൻറ് സ്കീമാണ്. അത് ഏത് സ്റ്റേറ്റാണ് കൊണ്ടുവന്നത് എന്നാണ് ചോദ്യം. ഉത്തരം ആന്ധ്രാപ്രദേശാണ്. ആന്ധ്രാപ്രദേശ്. അപ്പം ഇത് എന്താ ലക്ഷ്യം വെക്കുന്നതെന്ന് വെച്ചാൽ നമുക്കറിയാം എനർജി കൺസപ്ഷൻ ഇപ്പോൾ വളരെ കൂടുതലാണ്. അതിന് വേണ്ടിയുള്ള എക്യുപ്മെൻറ്റ്സാണ് ഇവർ കൊണ്ടുവന്നിരിക്കുന്നത്. ആന്ധ്രാപ്രദേശിൻ്റെ ചീഫ് മിനിസ്റ്ററായിട്ടുള്ള ചന്ദ്രബാബു നായിഡു ആണ് ഈ ഒരു പ്രോജക്റ്റ് ലോഞ്ച് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതായത് അത് എന്തിനു വേണ്ടിയെന്ന് വെച്ചാൽ പ്രൊമോട്ട് എനർജി എഫിഷ്യൻസി പ്രൊമോട്ട് ചെയ്യുക എന്നതാണ് അവരുടെ ലക്ഷ്യം. അതിനു വേണ്ടി അവർ എക്യുപ്മെൻറ്റ്സുകൾ കുറേ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് 6 അപ്ലയൻസസ് ആണ്. LED ഇൻവെർട്ടർ ലാംപ്സ്, LED ട്യൂബ് ലൈറ്റ്സ്, BLDC സീലിംഗ് ഫാൻസ്, 5 സ്റ്റാർ എയർ കണ്ടീഷണേഴ്സ്, ഇൻഡക്ഷൻ ഗ്യാസ് സ്റ്റൗസ്, LED ബൾബ്സ്. ഇങ്ങനെ എനർജി കൺസപ്ഷൻ എങ്ങനെയൊക്കെ കുറയ്ക്കാമോ അതുപോലുള്ള എനർജി എഫിഷ്യൻ്റ് ആയിട്ടുള്ള അപ്ലയൻസസ് ആണ് ഈ അർജുവീർ സ്കീം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ഓർത്തിരിക്കുക അർജുവീർ സ്കീം ഏത് സ്റ്റേറ്റാണ്, അതെന്താണ് ഉദ്ദേശിക്കുന്നത്. ആ സ്കീമിൻ്റെ പേര് ഓർത്തിരിക്കുക അർജുവീർ. അതിൻ്റെ പേരാണ് അതെന്തിനു വേണ്ടിയെന്ന് വെച്ചാൽ എനർജി എഫിഷ്യൻ്റ് അപ്ലയൻസസ് ആണ് പ്രൊമോട്ട് ചെയ്യുന്നത്. ഏത് സ്റ്റേറ്റാണ്? ആന്ധ്രാപ്രദേശ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. നോക്കൂ, വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ വേൾഡ്സ് ഓൾഡസ്റ്റ് നോൺ വൈൽഡ് ബേർഡ് ദാറ്റ് റീസെൻ്റ്ലി ലേഡ് ഹെർ 60th egg? അതായത് ഒരു ബേർഡ്, ഒരു നല്ല പ്രായമുള്ളൊരു ബേർഡ്, അത് അതിൻ്റെ 60ാമത്തെ എഗ്ഗ് ഇപ്പോൾ ലേ ചെയ്തിട്ടുണ്ട്. അതിന് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആണോ നമ്മൾ ചിന്തിക്കുമല്ലേ? കാരണം അത്രയും കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഇത് മുട്ടയിടുന്നത്. അതുകൊണ്ടാണ് ഇത് ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കുന്നത്. ഓപ്ഷൻ നോക്കുക, ബേർഡിൻ്റെ പേര് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഈസ്റ്റേൺ സ്ക്രീച്ചോർ, കാർഡിനാലിഡേ, ഈസ്റ്റേൺ ബ്ലൂബേർഡ്, ബ്ലാക്ക് ക്യാപ്ഡ് ചിക്കാഡി, ഹയാസിൻത് മക്കോ, ലൈസാൻ ആൽബട്രോസ്. ഓപ്ഷൻ ഡി ലൈസാൻ ആൽബട്രോസ് ആണ് ഇതിൻ്റെ ഉത്തരം. ലൈസാൻ ആൽബട്രോസ്. ഇത് എന്തുകൊണ്ടാണ് ഇത് ഇത്രയും ഫേമസ് ആവുന്നതെന്ന് ചോദിച്ചാൽ ഇത് ഇപ്പം ഇതിൻ്റെ പ്രായം എന്ന് പറയുന്നത് 74
വയസ്സാണ്, 74 വയസ്സ്. ഇത് വേൾഡിലെ ഓൾഡസ്റ്റ് നോൺ വൈൽഡ് ബേർഡാണ്, വൈൽഡ് ബേർഡ്. ഇത് കാണുന്നത് എവിടെയാണെന്ന് വെച്ചാൽ നോർത്ത് പസഫിക് റീജിയനിലാണ് ഇത് കാണുന്നത്, നോർത്ത് പസഫിക് റീജിയനിൽ. അപ്പം ഇതിൻ്റെ എല്ലാം ഉപരിയായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് IUCN ഇതിനെ നിയർ ത്രെട്ടൻഡ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് റെഡ് ഡാറ്റ ബുക്കിൽ നമുക്കറിയാം കുറേ 9ഓളം കാറ്റഗറി ഉണ്ട്. എൻഡാഞ്ചേർഡ്, വൾണറബിൾ, എക്സ്റ്റിങ്ക്റ്റ്, ഇങ്ങനെ കുറേ കാറ്റഗറീസ് ഉണ്ട്. അതിൽ നിയർ ത്രെട്ടൻഡ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ബേർഡാണ് ലൈസാൻ ആൽബട്രോസ്. ആൽബട്രോസ് എന്നെങ്കിലും ഓർത്തിരിക്കണേ. അപ്പം ഇത്ര 74 വയസ്സുള്ള ആ ഒരു പക്ഷി അതിൻ്റെ 60ാമത്തെ എഗ്ഗ് ഇട്ടു. അതാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ്. ഓക്കെ, ഇത് നിയർ ത്രെട്ടൻഡ് കാറ്റഗറിയിൽ വരുന്ന ഒരു ബേർഡാണ്. അപ്പം നമുക്കറിയാം ഡിഗ്രി ലെവൽ പരീക്ഷകൾക്കൊക്കെ ഈ IUCN-ഉം അതിൻ്റെ റെഡ് ഡാറ്റ ബുക്കിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ വരും. അപ്പോൾ ഇതൊക്കെ അതിൽ വരാൻ സാധ്യതയുള്ള കറണ്ട് അഫയേഴ്സ് ഫാക്റ്റ് ആയതുകൊണ്ട് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അടുത്ത ചോദ്യം നോക്കാം. വിച്ച് കൺട്രി വൺ ദ 2024 ഏഷ്യൻ വുമൻസ് ഹാൻഡ്ബാൾ ചാമ്പ്യൻഷിപ്പ്? ഏഷ്യൻ വുമൻസ് ഹാൻഡ്ബാൾ ചാമ്പ്യൻഷിപ്പിൽ വിൻ ചെയ്ത കൺട്രി ഏതാണെന്ന്? ഇറാൻ, ജപ്പാൻ, സൗത്ത് കൊറിയ, ഇന്ത്യ. ഉത്തരം വരുന്നത് ജപ്പാനാണ്. ജപ്പാനാണ് ആൻസർ. ഇത് നടന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഇത് ഇന്ത്യയിലാണ് ഇത് ഹോസ്റ്റ് ചെയ്തത്. 2024 ഏഷ്യൻ വുമൻസ് ഹാൻഡ്ബാൾ ചാമ്പ്യൻഷിപ്പ് ഹോസ്റ്റ് ചെയ്ത കൺട്രി ഇന്ത്യയാണ്. അത് 20ാമത്തെ അതായത് 20th ഏഷ്യൻ വുമൻസ് ഹാൻഡ്ബാൾ ചാമ്പ്യൻഷിപ്പാണ് 2024 ഡിസംബർ 10 നടന്നത്. അതിൽ ജപ്പാൻ ആരെ പരാജയപ്പെടുത്തിയെന്ന് ചോദിച്ചാൽ സൗത്ത് കൊറിയയാണ് പരാജയപ്പെടുത്തിയത്. സൗത്ത് കൊറിയ. അപ്പം ഇന്ത്യ ഹോസ്റ്റ് ചെയ്തു, ജപ്പാൻ അതിൽ വിൻ ചെയ്തു. അതിന് റണ്ണറപ്പായത് സൗത്ത് കൊറിയയാണ്. ഇത്രയും ഓർത്തിരിക്കുക. അപ്പോൾ ഇന്ത്യ ഏത് പ്ലേസ് നേടിയെന്ന് നമ്മൾ ചിന്തിക്കൂലേ? ഇന്ത്യ ഇതിൽ സെക്യൂർ ചെയ്തത് 6th പ്ലേസാണ്. ഇന്ത്യ സെക്യൂർ ചെയ്തത് 6th പ്ലേസാണ്. 6th പ്ലേസ്. ഓക്കെ. സൗത്ത് കൊറിയ റണ്ണറപ്പായത് ജപ്പാനാണ് ഇതിൻ്റെ വിൻ ചെയ്തത്. അപ്പോൾ ഇത്രയും ഫാക്റ്റ് ഓർത്തിരിക്കുക. ഇന്ത്യ 6th പൊസിഷനാണ്, സൗത്ത് കൊറിയ റണ്ണറപ്പാണ്, ജപ്പാൻ വിൻ ചെയ്തു. ഹോസ്റ്റിംഗ് കൺട്രി ഇന്ത്യ ആയിരുന്നു. ഓക്കെ, അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. അപ്പോൾ ഇതിന് ചോദ്യമില്ല, ഇത്തരം ചോദ്യങ്ങളാണ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓൾമോസ്റ്റ് 7 or 8 ചോദ്യങ്ങൾ നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇത്രയും ഫാക്ട്സ് നിങ്ങൾ ഓർത്തിരിക്കുക. നമുക്ക് ഒന്നുകൂടെ വേണമെങ്കിൽ അത് റിപ്പീറ്റ് ചെയ്യാം. ആദ്യം നമ്മൾ പറഞ്ഞത് ഡി ഗുഗേഷ്, വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് നേടിയ ഡി ഗുഗേഷിനെ കുറിച്ചാണ്. അപ്പം അദ്ദേഹം ചെസ് ചാമ്പ്യനാണ്. ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ്, ഇന്ത്യക്കാരനാണ്. അദ്ദേഹം തോൽപ്പിച്ചത് ഡിങ് ലിറൻ, ചൈനീസ് ചെസ് ചാമ്പ്യനായിട്ടുള്ള ഡിങ് ലിറനെയാണ്. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ചോദ്യം നമ്മൾ പറഞ്ഞത് വേൾഡ് എയ്ഡ്സ് ഡേ 2024 തീം എന്താണെന്നാണ്. ആ തീമാണ് ടേക്ക് ദ റൈറ്റ് പാത്ത്, മൈ ഹെൽത്ത് മൈ റൈറ്റ്. എയ്ഡ്സ് ആണ്, ഓർക്കണം. അപ്പോൾ എൻ്റെ ഹെൽത്തും എൻ്റെ അവകാശമാണ്. അപ്പം നമ്മൾ തന്നെ സൂക്ഷിക്കണം, അങ്ങനെ ഓർത്തിരിക്കുക. എയ്ഡ്സിനെ നമ്മൾ പേടിക്കണമല്ലേ. അപ്പോൾ ടേക്ക് ദ റൈറ്റ് പാത്ത്, മൈ ഹെൽത്ത് മൈ റൈറ്റ്. അടുത്ത ചോദ്യം നോക്കാം. ഹിൻഡൻ റിവർ ഏതിൻ്റെ ട്രിബ്യൂട്ടറി ആണെന്ന് നമ്മൾ പറഞ്ഞത്? യമുന റിവറിൻ്റെ ട്രിബ്യൂട്ടറിയാണ്. അതിപ്പോൾ പൊല്യൂട്ടഡാണ്, അതുകൊണ്ടാണ് നമ്മളതിനെ ഡെഡ് റിവറായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അടുത്ത നമ്മൾ പറഞ്ഞു ഉത്തർപ്രദേശിൽ ഡിക്ലെയർ ചെയ്ത പുതിയ ഡിസ്ട്രിക്റ്റിൻ്റെ പേരാണ് എന്ത്? മഹാകുംഭമേള. കാരണം പ്രയാഗ്രാജിൽ മഹാകുംഭമേള നടക്കുന്ന ആ ഒരു അത്രയും ഏരിയയും അവർ ഡിസ്ട്രിക്റ്റായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അടുത്ത് നമ്മൾ പറഞ്ഞു സോനാ റുപായ് വൈൽഡ് ലൈഫ് സാങ്ച്വറി ഏത് സ്റ്റേറ്റിലാണ്? നമ്മൾ പറഞ്ഞു ആസാമിൽ. അടുത്ത ഉർജുവീർ സ്കീം പ്രൊമോട്ട് ചെയ്യുന്നത് എനർജി എഫിഷ്യൻ്റ് അപ്ലയൻസസ് ആണ്. ഏത് സ്റ്റേറ്റാണ്?
ഏത് സ്റ്റേറ്റാണ് പ്രൊമോട്ട് ചെയ്യുന്നത്? ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശിൻ്റെ ചീഫ് മിനിസ്റ്റർ പേര് ഓർത്തിരിക്കുക, ചന്ദ്രബാബു നായിഡു. ഓക്കെ, അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ വേൾഡ് ഓൾഡസ്റ്റ് ഡോൺ വൈൽഡ് ബേർഡ്? ഇപ്പോൾ 60ാമത്തെ മുട്ടയിട്ട പ്രായം ചെന്ന ഒരു പക്ഷിയുടെ പേര് നമ്മൾ ചോദിച്ചു. ഏതായിരുന്നത്? ലൈസാൻ ആൽബട്രോസ്. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും ധാരാളം വീഡിയോ ആയിട്ട് ഇനിയും വരാം. ഓക്കെ, താങ്ക് യു.